അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയപ്പെട്ട KPCC അധ്യക്ഷൻ സുധാകരേട്ടൻ അവർ, പ്രിയപ്പെട്ട ബെന്നി ബെഹനാൻ അവர்களെ, മീർ സാഹിബ്, ബഹുമാനപ്പെട്ട MP അവർ, മറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇവിടെ ശ്രദ്ധേയമായ ഒരുപാട് പ്രസംഗങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളും ഇവിടെ എത്തിയിട്ടുള്ളത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഈ ഉപതെരഞ്ഞെടുപ്പ് ഇതിനോടകം തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞല്ലോ. 13-ാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതായിരുന്നു. എന്നാൽ മറ്റു ചില കാരണങ്ങളാൽ അതിപ്പോൾ 20-ാം തീയതിയിലേക്ക് മാറ്റി. അത് നല്ലതിനായിരുന്നു എന്നാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ വിശുദ്ധി അതൊന്നുകൂടി നമുക്ക് ഉറപ്പുവരുത്താനുള്ള ഒരു അംഗമായി പാലക്കാട്ടെ ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുകയാണ്. കേരളം ചിരകാലമായി കാത്തു സൂക്ഷിച്ചിട്ടുള്ള ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കി ഇവിടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കണം എന്ന് സ്വപ്നം കണ്ട് നടക്കുന്നവർ, ഇന്ത്യയിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയം നടപ്പാക്കുക വഴി അധികാരം നിലനിർത്താൻ സാധിക്കുന്നു എന്ന് ഊറ്റം കൊള്ളുന്നവർ ഈ കേരളത്തിലും അത്തരമൊരു രാഷ്ട്രീയം നടപ്പാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സഹ്യന് ഇപ്പുറത്ത് ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല എന്ന് തെളിയിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് പാലക്കാട്ടെ വോട്ടർമാരിൽ ഉള്ളത്. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്യുന്ന മതേതര രാഷ്ട്രീയം, സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം, മഹാത്മജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ശ്രീമതി ഗാന്ധിയും രാജീവ് ഗാന്ധിയും അവരൊക്കെ കാഴ്ചവെച്ചിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അത് ലോകരാജ്യങ്ങളിൽ ഏറെ ചർച്ചയായ രാഷ്ട്രീയവുമാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയെ കണ്ടെത്തിയ ആ മഹാനായ നേതാവ്, അദ്ദേഹം ഇന്ത്യൻ ജനതയുടെ ആത്മീയതയിൽ അധിഷ്ഠിതമായ സ്നേഹമാണ് യഥാർത്ഥ ഇന്ത്യ എന്ന് അദ്ദേഹം തൻ്റെ പുസ്തകത്തിലൂടെ പറയുകയുണ്ടായി. അതായത് മതചിന്തകൾ, വിവിധ മതചിന്തകളിൽ ജീവിക്കുന്നവർ, വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ, ആ ആത്മീയത നൽകുന്ന കൂട്ടായ്മ, അതാണ് ഭാരതത്തെ ശക്തമാക്കുന്നത് എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിലൂടെ വിവരിക്കുന്നുണ്ട്. മഹാത്മജിയെ അദ്ദേഹം ഏറ്റവും വലിയ ആത്മീയ നേതാവായിട്ടാണ് കണ്ടത്. ശ്രീരാമചിന്തകൾ, റാം റഹ്മാൻ എന്നുച്ചരിക്കുവാനുള്ള മഹാമനസ്സ് ധൈര്യപൂർവം കാണിച്ച മഹാത്മജി, അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഗോഡ്സെയുടെ വെടിയുണ്ടയ്ക്ക് ഇരയായത് എന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ അദ്ദേഹം ഉയർത്തിയ ആ സന്ദേശം അത് സ്നേഹത്തിൻ്റെ സന്ദേശമായിരുന്നു, അടുപ്പത്തിൻ്റെ സന്ദേശമായിരുന്നു. ഇന്ത്യ ഒരുപാട് അവസരങ്ങളുടെ നാടാണ്. ബഹുമുഖമായിട്ടുള്ള മേഖലകൾ ഇന്ത്യക്കുണ്ട്. വ്യാവസായികമായിട്ട് ഇന്ത്യക്ക് മുന്നേറാൻ കഴിയും, കാർഷികമായിട്ട് ഇന്ത്യക്ക് മുന്നേറുവാൻ കഴിയും, മത്സ്യബന്ധനത്തിലൂടെ ഇന്ത്യക്ക് മുന്നേറുവാൻ കഴിയും, ഒപ്പം സാങ്കേതിക വിദ്യയിലൂടെയും വിദ്യാഭ്യാസ നേട്ടങ്ങളിലൂടെയും ഇന്ത്യക്ക് മുന്നേറുവാൻ കഴിയും. ഇങ്ങനെ ബഹുമുഖമായ മേഖലകളിൽ
ഇന്ത്യ രാജ്യത്തിന് മുന്നേറുവാൻ കഴിയും എന്ന് ബ്രിട്ടീഷുകാർ തന്നെ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ മാത്രമല്ല, മറ്റു കൊളോണിയൽ ശക്തികളൊക്കെ തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. അപ്പം അങ്ങനെയുള്ള ഇന്ത്യയുടെ ആ പ്രത്യേകത, പക്ഷെ ആ പ്രത്യേകതയെല്ലാം ഇപ്പോഴത്തെ ഭരണകൂടം ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലം വരെ ഇന്ത്യ ലോക ജനതയ്ക്കിടയിൽ, ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറെ പ്രകീർത്തിക്കപ്പെട്ട രാജ്യമായിരുന്നു. നമുക്കറിയാമല്ലോ, ലോകം ഒരു കാലത്ത് ഏതാണ്ട് 10-20 വർഷങ്ങൾക്ക് മുമ്പ് സാമ്പത്തിക പ്രയാസത്തിൽ, സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് പ്രയാസപ്പെട്ടപ്പോൾ ഇന്ത്യ മാത്രമാണെന്ന് പിടിച്ചു നിന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നയങ്ങൾ അതാണ് ഇന്ത്യയെ രക്ഷപ്പെടുത്തിയത്. ലോകബാങ്കും IMFും ഒക്കെ അന്ന് ഇന്ത്യയെ ശകാരിച്ചു. മറ്റ് ലോകരാജ്യങ്ങളൊക്കെ ഫണ്ടുകൾ മരവിപ്പിച്ചു. ആ സമയത്തും ഇന്ത്യ യഥേഷ്ടം കർഷകർക്കും സാധാരണക്കാർക്കുമൊക്കെ ഇന്ത്യൻ ബാങ്കുകൾ ഫണ്ടുകൾ കൊടുത്തുകൊണ്ടിരുന്നു. കാരണം ഇന്ത്യൻ ബാങ്കിങ് വ്യവസ്ഥ അന്ന് ശക്തമായിരുന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങളുമായി അത്രക്കേറെ ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യൻ ബാങ്കിങ് വ്യവസ്ഥയ്ക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ തളരാതെ ഇന്ത്യക്ക് മുന്നേറുവാൻ സാധിച്ചു. ആ നയങ്ങൾ കോൺഗ്രസ് നടപ്പാക്കിയതാണ്. ഡോക്ടർ മൻമോഹൻ സിംഗും ഡോക്ടർ ചിദംബരവും അവരൊക്കെയാണ് നടപ്പാക്കിയത്. എന്നാൽ അതൊക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കി ശ്രീ നരേന്ദ്രമോദി നോട്ട് നിരോധനം അടിച്ചേൽപ്പിച്ചതിലൂടെ. ഭൂരിപക്ഷം പാർലമെൻറ്റ് അംഗങ്ങൾ ഉണ്ട് എന്നുള്ള ആ ഒരു അഹങ്കാരം, ആ അഹങ്കാരത്തിലൂടെ നോട്ട് നിരോധനം നടപ്പാക്കിയപ്പോൾ സാധാരണക്കാരുടെ നടുവൊടിഞ്ഞ അവസ്ഥയാണുള്ളത്. സാധാരണക്കാരും ബാങ്കിങ് സിസ്റ്റവും തമ്മിലുള്ള ബന്ധം തന്നെ ഇല്ലാതായി. നോട്ട് നിരോധനത്തിന് ശേഷം ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് വ്യവസ്ഥകൾ ബാങ്കിങ് മേഖലയിൽ വന്നപ്പോൾ സാധാരണക്കാർക്കും ബാങ്കുകൾക്കും തമ്മിൽ ഉള്ള ബന്ധം തന്നെ ഇല്ലാതായി എന്നുള്ളതാണ്. ഇന്നും അതിൽ നിന്ന് കരകയറുവാൻ സാധാരണക്കാർക്ക് സാധിച്ചിട്ടില്ല. ഈ നിലക്ക് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ച ഒരു സർക്കാർ വെറുപ്പിൻ്റെ രാഷ്ട്രീയം നടപ്പിലാക്കിയിട്ടാണ് അത്തരം ഭീകരമായിട്ടുള്ള ഭരണം വീണ്ടും തുടരുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 2020 കഴിഞ്ഞ ഏപ്രിലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൽക്കാലത്തേക്ക് നമുക്ക് ചെറിയ ഒരു ചൊട്ടു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. BJP വിചാരിക്കുന്ന അത്ര സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ശക്തമായ മുന്നേറ്റം കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. ശ്രീ രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതൃ പദവി അലങ്കരിക്കുവാൻ സാധിച്ചു. ഇപ്പോൾ ലോക്സഭയിൽ മുമ്പത്തെ പോലെ ബില്ല് അവതരിപ്പിച്ച് പെട്ടെന്ന് പാസ്സാക്കിയെടുക്കാം എന്ന് കേന്ദ്ര ഗവൺമെൻറ് കരുതുന്നില്ല. കാരണം ശക്തമായ ഒരു പ്രതിപക്ഷം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്നു. വോട്ടുകൾ ഭിന്നിച്ച് പോകേണ്ടതിന് പകരം വോട്ടുകളൊക്കെ ഒരുമിപ്പിക്കുവാൻ കഴിഞ്ഞു. രാഷ്ട്രീയമായിട്ട് ഏകീകരണം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. വോട്ടുകളുടെ ഏകീകരണം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. UPയിൽ പോലും കോൺഗ്രസ്സിന് 40-ലേറെ സീറ്റുകൾ നേടുവാൻ കഴിഞ്ഞു. അതെല്ലാം വോട്ടുകൾ ഏകീകരിച്ചപ്പോഴാണ്. ഇനി 2029 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം അത് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി കടന്നു വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് ആത്മവിശ്വാസം പകരാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഈ കേരളത്തെയും നമുക്ക് രക്ഷപ്പെടുത്തണം. കേരളത്തിലെ ജനങ്ങൾ ഇന്നേറെ പ്രയാസപ്പെടുന്നു. വിലക്കയറ്റം കൊണ്ട് ഏറെ പ്രയാസപ്പെടുന്നു. ഒരു വികസനവും ഇവിടെ നടക്കുന്നില്ല. തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാകുന്നില്ല. ക്ഷേമ പെൻഷനുകൾ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇതിനു മുമ്പുള്ള UDF ഗവൺമെൻറ് ഭരിച്ച സമയത്ത്
ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ ക്ഷേമ പെൻഷനുകൾ, കാരുണ്യ പദ്ധതികൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രോത്സാഹന പദ്ധതികൾ, ഇവയിലൂടെയൊക്കെ ഏറെ ആശ്വാസം ജനങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. ഒരു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ജനങ്ങൾക്കുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി, മറ്റു പരിപാടികൾ. എന്നാൽ ഒരു ഭരണത്തിൻ്റെ സാന്നിധ്യം തന്നെ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. ഭരണത്തിൻ്റെ എല്ലാ വകുപ്പുകളിലും പ്രശ്നങ്ങളാണ്. പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, പൊതുഭരണത്തിലെ പ്രശ്നങ്ങൾ, ഇതൊന്നും പരിഹരിക്കാൻ കഴിയാതെ ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു. നമുക്ക് കേരളത്തെ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിന് കേരളീയ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി, അതിന് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ളൊരു അവസരം കൂടിയായിട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റുവാൻ സാധിക്കും. അതുകൊണ്ട് വിലയേറിയ വോട്ടുകൾ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് കൈയടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തെ വിജയിപ്പിച്ചുകൊണ്ട് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പിറകെയാണ് കേരള സമൂഹമുള്ളത് എന്ന് തെളിയിച്ചു കൊടുക്കാൻ ഇവിടെ നിങ്ങൾക്ക് സാധിക്കും എന്ന് മാത്രമേ ഇവിടെ അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.